ഹായ് ഫ്രണ്ട്സ്, യുവനടിമാരിൽ ആരൊക്കെയാണ് വിവാഹമോചനം നേടിയതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാമ. മലയാളത്തിലും അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ഭാമ. ലോഹിതദാസിന്റെ നിവേദ്യം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഭാമ 41-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2020 ജനുവരിയിൽ ഭാമ അരുൺ ജഗദീഷിനെ വിവാഹം കഴിച്ചു. 2024 മെയ് മാസത്തിൽ താൻ മകളോടൊപ്പം താമസിക്കുന്ന അവിവാഹിതയായ അമ്മയാണെന്ന് പ്രഖ്യാപിച്ചു. സ്വാതിക വേണുഗോപാൽ. സിനിമകളിലും മിനി സ്ക്രീനിലും മോഡലിംഗ് രംഗത്തും സജീവമായ നടിയാണ് സ്വാതിക. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. പട്ടുസാരി എന്ന സീരിയലിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടി. 2015 ബിപിൻ മനാരി എന്ന ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു. ഈ അടുത്ത കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങൾ വേർപിരിഞ്ഞുവെന്നും സ്വാതിക പറഞ്ഞിരുന്നു. ഗൗതമി നായർ. ദുൽഖർ സൽമാനോടൊപ്പം സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഗൗതമി. പിന്നീട് നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു. സെക്കൻഡ് ഷോയുടെ സംവിധായകനായ ശ്രീനാഥ് രാജേന്ദ്രനെ തന്നെയാണ് ഗൗതമി വിവാഹം കഴിച്ചത്. 2023 ഇവർ വേർപിരിയുകയും ചെയ്തു. മേഘ്ന വിൻസെന്റ്. മലയാളം തമിഴ് ഭാഷകളിൽ അഭിനയിക്കുന്ന നടിയാണ് മേഘ്ന വിൻസെന്റ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മലയാളം സീരിയലിലൂടെയാണ് മേഘ്ന ടെലിവിഷനിൽ അരങ്ങേറ്റം കുറിച്ചത്. പറങ്കിമല എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. 2017 ഡോൺ ടോണി ആയിട്ടുള്ള മേഘ്നയുടെ വിവാഹം. പിന്നീട് വേർപിരിയുകയും ചെയ്തു. അർച്ചന കവി. ലാൽ ജോസിന്റെ നീലത്താമര എന്ന ചിത്രത്തിലൂടെയായിരുന്നു അർച്ചനയുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നിരവധി ചിത്രങ്ങളിലും അർച്ചന അഭിനയിച്ചിട്ടുണ്ട്. 2016 യൂട്യൂബർ ആയിരുന്ന അബീഷ് മാത്യുവിനെയാണ് അർച്ചന വിവാഹം കഴിക്കുന്നത്. 2021 ഇരുവരും വേർപിരിഞ്ഞു. അമല പോൾ. നീലത്താമരയിലൂടെ ആയിരുന്നു അമല പോളിന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് തമിഴിലും തെലുങ്കിലും വളരെ തിരക്കുള്ള അഭിനേത്രിയായി മാറി അമല. 2014 സംവിധായകൻ AL വിജയുമായി അമലയുടെ വിവാഹം കഴിഞ്ഞു. 2017 ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് വീണ്ടും അമല വിവാഹിതയായി. ആൻ അഗസ്റ്റിൻ. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ആൻ അഭിനയ ജീവിതത്തിലേക്ക് വരുന്നത്. 2014 ഛായാഗ്രഹകൻ ജോമോൻ ടി ജോണിനെ ആൻ വിവാഹം കഴിക്കുന്നത്. 2021 ഇരുവരും വേർപിരിഞ്ഞു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.